ഹലോ പറമുത്തേ, നമ്മള് ബിസി ഒന്നും ആയിരുന്നില്ല. നമ്മള് കാൻഡി ക്രഷ് കളിക്കണായിരുന്നു. അനക്കറിയാലോ നമ്മൾ കാൻഡി ക്രഷിൽ ഇച്ചിരി അഡിഷൻ ഉണ്ടെന്ന്. അത്യാവശ്യമോ പറ. എന്തല്ലോ പാത്തുവിന് ഭ്രാന്തായ നൊസ്സ. നമ്മളെന്ത് ചെയ്ത്? നമ്മൾ അവളെ കണ്ടിട്ട് 2 മാസമായി. നമ്മള് ഫോൺ ചെയ്ത് എന്താണ്ടും പറഞ്ഞാ. ഇവിടെ കാലലും കാലിയും വന്ന്, പിന്നെ ദേവന അങ്ങനെ ആരാണ്ടൊക്കെ വന്നായിരുന്നു. അത് പറഞ്ഞത് കേട്ടിട്ട് നൊസ്സായിരുന്നാ. അവക്ക് ഭ്രാന്ത് വന്നില്ലെങ്കിലാണല്ലോ അത്ഭുതമുള്ളു. നീ കരയാതിരിക്കേ. ഞമ്മക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ. ഞമ്മള് കാരണം വന്നാലേ ഞമ്മള് വഴി ഉണ്ടാക്കും. വച്ചോ. എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു പ്രശ്നമായിട്ട് വന്ന എന്റെ ഒരു കൂട്ടുകാരനെ തപ്പി ഞാൻ ഇറങ്ങിയത് അങ്ങോട്ട്. നമ്മളാരെയും കണ്ടില്ല. ഇല്ല, ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന കേട്ടോ. അല്ല, നമ്മുടെ കൂട്ടുകാരി പാത്തൂന് ഭ്രാന്തായി പോയിന്ന് ഞമ്മള് കാരണമാണ് അവരും വീട്ടുകാര് പറയണത് കേട്ടോന്നൊക്കെ പറയുന്നു. എന്റെ വീട്ടിലും എന്റെ ഭാര്യക്ക് ഭ്രാന്താണ്. നിങ്ങളുടെ വീട്ടിലും ഭ്രാന്താ? എന്റെ ഭാര്യയുടെ ഭ്രാന്ത് മാറ്റാൻ എന്റെ കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞ് അവനെ നോക്കി വന്നതാ ഞാൻ. നിങ്ങളുടെ ഭാര്യയുടെ ഭ്രാന്ത് മാറ്റാൻ പറ്റാ? അപ്പൊ നമ്മുടെ പാത്തുന്റെ നൊസ് മാറ്റാൻ പറ്റൂ? ഞാൻ അവനോട് ചോദിച്ചു നോക്കാം. ഒന്ന് ചോദിച്ചു നോക്കോ. ഡോക്ടർ ഇപ്പൊ വരുവാ? അവന് നോക്കിയാ ഞാനും വന്നത്. നമ്മളിവിടെ ഒരു ഡോക്ടറെ കണ്ടില്ല. അല്ല, ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് നകുലൻ. നകുലൻ ചേട്ടാ. നകുലൻ ചേട്ടാ, ഈ കാട ഭാര്യക്ക് എങ്ങനെ ഭ്രാന്ത് വന്ന്? എന്റെ അമ്മാവന്റെ വീടുണ്ട് അങ്ങ് നാട്ടില് മാടമ്പള്ളി. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരു ദിവസം അവിടെ ഒന്ന് പോയി. അവളോടാകുന്ന പറഞ്ഞ തെക്കിന് തുറക്കല്ലേന്ന്. അവൾ അവിടുന്ന് വീടുന്നു എല്ലാം ഒച്ചപ്പാടും ബഹളവും വെച്ച് തെക്കിന് തുറന്നപ്പം അവിടെ നാഗവല്ലി എന്ന് പറഞ്ഞൊരു പെണ്ണ് ആത്മഹത്യ ചെയ്തിരുന്നു. ഫോണിലെ റീൽസ് എല്ലാം ചെയ്ത് ഭ്രാന്തായ ആ നാഗവല്ലി ഒടുവിൽ എന്റെ ഭാര്യയുടെ അടുത്ത് കേറി. എന്റെ ഭാര്യ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം വെച്ചോണ്ടിരിക്കുക. അതിന് പറ്റിയൊരു ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. ആ ഡോക്ടറെ തേടിയാ ഞാനിവിടെ വന്നത്. അപ്പൊ ആ ഡോക്ടർക്ക് നമ്മുടെ പാത്തുവിന്റെ ഭ്രാന്ത് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പാണല്ല? തീർച്ചയായിട്ടും ഞാൻ അവനെ വിളിക്കാം. വിളിച്ചു നോക്ക് പാത്തുവിന്റെ ഭ്രാന്ത് എങ്ങനെയെങ്കിലും. ഹലോ സണ്ണി. എടാ സണ്ണി, നീ എവിടെയാ? എടാ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എത്ര നേരമായി നിന്നെ കാത്തു നിൽക്കാന്നറിയോ? ഒന്ന് വാ ഇങ്ങോട്ടാ. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ എവിടാ? അല്ല എവിടാ? ഇവിടെ സണ്ണി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇത്താത്ത, ഞാൻ പറഞ്ഞില്ല സണ്ണി നിൽക്കുന്നവനാ സണ്ണി. ഡോക്ടറാണ്? ഡോക്ടർ ആവുമ്പോ തലക്കെട്ട് കെട്ടൊന്നും കെട്ടാറില്ലല്ലോ. തലയ്ക്ക് ഭ്രാന്തുള്ളവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ആവുമ്പം തലക്കെട്ടും. അല്ല, വെള്ള കോട്ടിടില്ലേ ഡോക്ടർമാര് ഇങ്ങനെ കോയിലൊക്കെ തൂക്കിട്ട്? അല്ല, ഞാൻ ഒരു സാധാരണ ഡോക്ടറല്ല. ഞാൻ ഈ മൊബൈൽ സൈക്കോളജിയിൽ റിസർച്ച് നടത്തുന്ന ഡോക്ടറാണ്. മൊബൈലിലൂടെ എല്ലാം ഭ്രാന്ത് മാറ്റാൻ പറ്റും? അതായത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് മൊബൈൽ. മൊബൈൽ ആവശ്യമുണ്ട്. പക്ഷേ ആ മൊബൈൽ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവിടെ. നീ ഇവിടെ കൗൺസിലിംഗ് നടത്തരുതേ. അമ്മാവനോടെ കിടന്നോണ്ട് ചാകാൻ തുടങ്ങുക. പെട്ടെന്ന് പറ. അല്ല, ഈ ചേച്ചി എന്താ വിളിച്ചേർത്തി? എന്താ? അല്ല, ഞമ്മക്ക് മൊബൈലില് അഡിക്ഷൻ ആണ്. ഇത് ഏത് നേരം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ കുളിക്കാൻ നേരത്തെ പോലും മൊബൈൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തോണ്ടിട്ട് ഇങ്ങനെയാണ് കുളിക്കണത്. ആണോ? അതിന് ഒറ്റ വഴിക്ക് ഒരു പോകാൻ വഴിയുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് മൊബൈൽ തറയിലിട്ട് പൊട്ടിച്ചാൽ മതി. അയ്യോ ഇല്ല, ഞമ്മക്ക് മൊബൈൽ ഇല്ലാതെ പറ്റില്ല. നമ്മുടെ ഇക്കാക്ക അവിടെ ഗൾഫിലാണ്. വീഡിയോ കോൾ ചെയ്യോ ഒക്കെ ചെയ്യണം. ഇത്താത്തക്ക് മാത്രമാണോ വീഡിയോ കോൾ ചെയ്യുന്നത്? അത് വേറെ ആർക്കെങ്കിലും? ഇല്ല, ഇക്കാക്ക് ഇച്ചിരി സംശയം ഉള്ളതുകൊണ്ട് വേറെ ഒരു നമ്പറും ഇതിനകത്തില്ല. ഇല്ല അല്ലേ? അപ്പൊ ഈ ഒറ്റ വിരൽ കൊണ്ട് ഇങ്ങനെ തോണ്ടുവല്ലേ? ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് വേറൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് മൊത്തം വിരലും ഇങ്ങനെ ഇട്ടങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ ആയിക്കോളും. അപ്പൊ ഇതിങ്ങനെ തോണ്ടാൻ പാടില്ലേ? അല്ല, എന്നോട് എതിർക്കാനാണോ നിൽക്കുന്നത്? അതല്ല, ഞമ്മക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരി പാത്തുന് പറയാന്താണ്. നിങ്ങൾ അവിടെ ചാകാതെ അവനൊന്ന് പറട്ടെ. നിങ്ങൾ ചാകാതെ കുറച്ചു നേരം അവിടെ നിൽക്ക്. വെക്ക്. അവിടെ സണ്ണി, അവിടെ പ്രശ്നം വഷളാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് പോകാം. എന്റെ നകുല, നീ എന്നെ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തത്. ഇതിപ്പോ ഇതേത് കേസാ? നമ്മുടെ ഫ്രണ്ട് പാത്തു, ഈ ചേട്ടൻ നമ്മുടെ കൂട്ടുകാരൻ. ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ പ്രശ്നം വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ചെല്ലി. ഒരു കാര്യം, ഞാൻ അത് പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വരാം.
ശരി. ഓക്കെ ശരി. പിന്നെ വേറൊരു കാര്യം, അവിടെ വന്നിട്ട് എന്റെ കൂട്ടത്തെ അകത്തോട്ട് കയറി വരരുത്. നിനക്ക് പ്രത്യേകം ഞാൻ പറയുമ്പോൾ മാത്രമേ കയറി വരാവുള്ളൂ. അതായത് അവിടെ വെച്ച് നിന്നെ ആദ്യമായിട്ട് കാണുന്നതായിട്ട് ഞാൻ അഭിനയിക്കണം. ഓക്കെ ശരി താത്ത, ഞങ്ങൾ പോട്ടെ. ശരി. ശരി. ഓക്കെ. പഠിച്ചോനെ കാത്ത് ആരെങ്കിലും ഒരു ഡോക്ടറെ കിട്ടിയല്ല. ഇനി എങ്ങനെയൊക്കെയാണോ ഭ്രാന്ത് മാറ്റാൻ പോണേ ബാത്തുന്റെ. മടുത്തു. ഞാനല്ലേ തൂക്കുന്ന, അച്ഛൻ എന്തിനാ മടുക്കുന്നേ? അതല്ല, വയ്യാ മടുത്തു എന്ന് പറഞ്ഞാല് ഈ വന്നിരിക്കുന്ന നെടുമുടി വേണമെന്ന് ഓഡിയൻസിന് മനസ്സിലാവൂ, അതുകൊണ്ട് വിട്ടതാ. അതൊക്കെ പോട്ടെ, കൽക്കട്ടയിൽ നിന്ന് ഗംഗ നൊങ്കും കൊണ്ട് വരുന്നു. എന്തുകൊണ്ട് വരുന്നു? അല്ല, കൽക്കട്ടയിൽ നിന്നും ഗംഗ നൊങ്കനെയും കൊണ്ട് വരുന്നു. നൊങ്കനോ? അതല്ല, ആ കൽക്കട്ട താമസിക്കുന്ന പട്ടിയുടെ പേരെന്താ? കൽക്കട്ടയിൽ നിന്നും നകുലൻ എന്ന് വരുന്നുണ്ട്. റൂമെല്ലാം സെറ്റാക്കി ഇട്ടോളാം. അവര് വരുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇടുന്നത്. അവരെത്തി. എന്താ ഈ തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഇരുന്നിരുന്ന് ഒരു എൻട്രി തോൽവിയാക്കി കാണല്ലോ. ഇനി ഒന്നും കൂടെ വരിക. എത്ര കാലമായി കണ്ടിട്ട്. ഇതാരും നൊങ്കനോ? അല്ല, വങ്കനോ? പട്ടി എന്റെ പേരെന്താ? നകുലൻ. നകുലൻ. ശ്രീദേവി ചേച്ചി, അമ്മാവന് സുഖമാണോ? രാവിലെ ബസ്സിട്ട് തിരുമിയപ്പോ പെരുവരലിൽ നിന്നപ്പോ നല്ല സുഖമായിരുന്നു. ഏതായാലും ഞങ്ങള് കൽക്കട്ടയിൽ നിന്ന് എത്തി. ഞങ്ങൾക്ക് വേണ്ടിയുള്ള റൂംസ് ഒക്കെ സെറ്റായോ? ഇവിടെ എല്ലാ റൂമും സെറ്റാക്കി ഇട്ടിരിക്കുക. അമ്മാവ, ആ വടക്കേ മുറി ഞാനിങ്ങ് എടുക്കുക. എനിക്കത് വേണം. ഞാനതില്ലാതെ പോവില്ല. എനിക്കത് തന്നേ പറ്റൂ. പിന്നെ എന്തിനാണ് ഇത്ര ആർത്തി? എനിക്ക് ചില സമയത്ത് അങ്ങനെയാ. ഈ ഇടയായിട്ട് എൻ്റെ റിലേ എല്ലാം പോവുക. എല്ലാം കാണുമ്പോൾ അങ്ങ് ആർത്തിയും വേദനയും പ്രയാസവും ഒക്കെയാ. അതുകൊണ്ട് ഞാൻ ആ വടക്കേ മുറിങ്ങ് എടുക്കുക. പിന്നൊരു കാര്യം, എവിടെ വേണോ പൊക്കോ, ആ കിഡ്നിയിൽ മാത്രം പോകരുത്. കിങ്ങിണിയോ? എന്താ പിഴച്ച മുറിയുടെ പേര്? തെക്കിനിയുടെ കഥവ് തുറക്കരുത്. അതെന്താ? അടയ്ക്കാൻ ഭയങ്കര പാടാ, പഴയ കഥവല്ലേ, എണ്ണിട്ട് കൊടുക്കണം. അതുകൊണ്ടാ. അത് മാത്രമല്ല, പല വിപത്തുകളുണ്ടായി. പറഞ്ഞു കൊടുക്കുക. അച്ഛനെന്താ പറഞ്ഞാല്? ഈ മീറ്റർ വെച്ച് ഈ ശബ്ദം പൊളിയും, അതുകൊണ്ടാ പറയാ. അത് പണ്ട് നാഗവലി എന്നൊരു സ്ത്രീ ആ തെക്കിനിയിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. നാഗവല്ലിക്ക് തൊട്ടടുത്ത വീട്ടിലെ രാമനാഥനുമായി പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം കാരണം നാഗവല്ലി രാമനാഥനെ എന്നും ഫോൺ ചെയ്യുമായിരുന്നു. ഇതറിഞ്ഞ കാരണവന്മാർക്ക് അത് ഇഷ്ടമായില്ല. കാരണവന്മാർ നാഗവല്ലിയുടെ ഫോൺ തട്ടിയെടുത്തു. തിരികെ നേടിയെടുത്ത നാഗവല്ലി ആരും കാണാതെ ഫോൺ ചാർജറിലിട്ട് രാമനാഥന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കെ ഫോൺ പൊട്ടിത്തെറിച്ച് നാഗവല്ലി മരണപ്പെട്ടു. ഗംഗേ, അതിനുശേഷം നാഗവല്ലിയുടെ ആത്മാവ് ഇവിടെ കലഞ്ഞു തിരിയുന്നെന്നാ പറയുന്നത്. അതിനുശേഷം ഇവിടെ മുഴുവൻ അനർത്ഥങ്ങളാ. മീറ്റർ കിട്ടി. ഇനി ഞാൻ പറയാം. അതിനുശേഷം പല വിപത്തുകൾ ഇവിടെ ഉണ്ടായി. ഫോൺ ഹാങ് ആവുക, റേഞ്ച് കിട്ടാതാവുക, 12:30 സമയത്ത് അതിനകത്ത് നിന്ന് മിസ് കോള് വരിക, അങ്ങനെ പല സംഭവങ്ങളും. അതൊക്കെ പോട്ടെ, നമുക്ക് റൂമിലേക്ക് പോകാം. വരിക എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന പോകുക. അപ്പൊ തെക്കിനി തുറക്കരുത്. തുറക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ തുറക്കും, കാണണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കാണും. അതാണ് മലയാളികൾ. തെക്കിന് തുറക്കണ്ട പോലും. എന്താ പിന്നെ തുറന്നിട്ട് തന്നെ ബാക്കി കാര്യം. ഇതാണല്ലേ നാഗവല്ലി, സുന്ദരിയായിരിക്കുന്നു. കൊള്ളാലോ. ഇതെന്തൊക്കെയായിരിക്കുന്ന ഇതിനകത്ത്? ചുമ്മാ അല്ല ആ കളവൻ പറഞ്ഞ ഇതിനകത്ത് കേറരുതെന്ന്. എന്തെല്ലാം സാധനങ്ങളായിരിക്കുന്നേ. ഒരു പെട്ടിയിരിക്കുന്നു. നാഗവല്ലിയുടെ ചാർജർ, നാഗവല്ലിയുടെ ഹെഡ്സെറ്റ്, നാഗവല്ലിയുടെ ഫോണ്. ഈ ഫോൺ ഞാനൊന്ന് ഓണാക്കി നോക്കട്ടെ. അയ്യോ, ഇതിൽ ചാർജ് ഉണ്ടല്ലോ.
എന്നാ ഇതിനകത്ത് ഞാനൊരു റീൽസ് എടുക്കും. നാഗവല്ലിയുടെ ഒരു റീൽസ് ഞാൻ ഇന്ന് എടുക്കും. നകുലേട്ടൻ. ഗംഗേ. നകുലേട്ടൻ ദേ വരുന്നു. അയ്യോ 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 എന്താ അയ്യോ എന്താ പറ്റി? ആരോ ചെന്ന് കിഡ്നി തുറന്നിരിക്കുന്നു. കിഡ്നിയോ? ആ പിഴച്ച റൂമിന്റെ തെക്കിന് അത് പറഞ്ഞിരിക്കുന്നു. എന്റെ പെണ്ണുപിള്ളയെ വിളിക്കുക. ഇല്ല മാവാ, ഒരിക്കലും ഗംഗയ്ക്ക് അത് തുറക്കാൻ അറിയില്ല. നീ അവളെ വിളിക്കുക. ഇല്ല, എന്റെ ഗംഗ അങ്ങനെ ചെയ്യില്ല മാവാ. വിളി. അച്ഛാ, അടുക്കളയിൽ ചാർജിന് വെച്ചിരുന്ന ഫോൺ തറവിന് പൊട്ടി. എങ്ങനെ ഇരിക്കുന്നു? ഇനി നാശം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുക, ഫോൺ കംപ്ലൈന്റ് ആവുന്നതിന് വെള്ളം എടുത്തൊഴിക്കുക. എന്താ സംഭവിച്ചേ? എന്താ? തെക്കിനെ ആരോ തുറന്നിരിക്കുന്നു. അനർത്ഥങ്ങൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശ്രീദേവി ചേച്ചിയാ. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. ആണ് ശ്രീദേവി ചേച്ചി, ഞാൻ കണ്ടതാ. ശ്രീദേവി ചേച്ചി റേഞ്ച് ഇല്ലാത്ത സമയത്ത് ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മിസ് കോള് വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്ന കേട്ടു. രാവിലെ ഗുഡ് നൈറ്റും രാത്രി ഗുഡ് മോർണിംഗ് വയ്ക്കുന്നത് ഞാൻ കണ്ട് ടവർ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉറക്കം നിലവിളിക്കുന്നത് ഞാൻ കേട്ട്. ശ്രീദേവി ചേച്ചിക്ക് ഭ്രാന്താ. ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒറ്റക്കിട്ടിട്ട് പോകണല്ലോടാ അമ്മാവ. ശരിക്കും ശ്രീദേവി ചേച്ചിക്ക് എന്താ അമ്മാവ? ഇതാ ചേച്ചിക്ക് കുരു അകപ്പാടെ തുറക്കണ്ടെന്ന് പറഞ്ഞു തുറന്നിട്ടിട്ട് എന്താ? ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ സണ്ണിയെ വിളിച്ചിട്ടുണ്ട്. ഓ യാ കമാൻ ബേബി. സണ്ണി ലിയോണിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ കൂട്ടുകാരൻ സണ്ണിയെ വിളിച്ചിട്ടുണ്ടെന്ന്. വെറുതെ ആശകൾ ബാക്കിയായല്ലോ ഭഗവാനെ. തറവാട് മുഴുവൻ നശിച്ചു തീരാറായി. കാലിന്റെ ബാലൻസും കൂടെ പോയ തറയെ വീണി ചാവുക. എന്നിട്ടും നിങ്ങളുടെ കിരികിരിപ്പ് മാറിയില്ലെങ്കിൽ ഭയങ്കരം തന്നെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ സണ്ണിക്കുട്ടൻ ഇവിടെ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഭഗവാനെ, ആ പന്നിയെ പെട്ടെന്ന് എത്തിക്കണേ. സണ്ണി, സണ്ണി, എത്ര നേരമായെന്നറിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. എത്ര കാലമായിടാ കണ്ടിട്ട്. നീ എന്താ താമസിച്ചേ? ഞാൻ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ ഈ മൊബൈൽ സൈക്കോളജിയിൽ റിസർച്ച് അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഞാൻ ഈ ശബരിമലയിൽ നിന്നപ്പോഴാണ് നിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങനെ ഇതാടോ ആ മാനസിക രോഗി. അയ്യോ, ഇതെന്റെ അമ്മാവനാണ്. അമ്മാവൻ. അത് ശരി. എന്റെ വകക്ക് ഭ്രാന്തില്ല. ഈ പുള്ളിക്ക് വല്ലാത്ത ഭ്രാന്താണല്ലോ. നിങ്ങൾ ബാക്കി പറ. അത് കഴിഞ്ഞ് അങ്ങനെ കൊട്ടാരക്കര എത്തി. അപ്പോൾ എൻ്റെ സുഹൃത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അതെ, ഇതാണോ നീ പറഞ്ഞ മാനസിക രോഗി? അയ്യോ, അത് മാനസിക രോഗി അല്ല, അതെന്റെ മുറപ്പെണ്ണ് ശ്രീദേവിയാണ്. ശ്രീദേവി. ഓ ശരി, ശ്രീദേവിയാണല്ലോ. അവിടെ എന്തോ മുറ്റത്ത് എന്തോ കത്തുന്നു. നകുലേട്ടാ, കത്തുന്നു. നോക്കുക. ആരും മുറ്റത്തിരുന്ന് ചക്കക്കുരു ചുടുന്നു. ചക്കക്കുരു വേണോ? ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ? അറിയിക്കുന്ന സമയത്ത് ചക്കക്കുരു. അത് ചക്കക്കുരു അല്ല, ആരോ എന്റെ ബാഗ് കത്തിക്കുന്നതാണ്. അവനെ ഞാൻ വിടില്ല. എന്റെ ബാഗും അതിനകത്ത് എന്റെ മൊബൈലും എന്റെ മൊബൈൽ ചാർജറും പവർ ബാങ്കും കത്തിച്ചവരെ ഞാൻ മൊബൈൽ ചിത്രം താഴിട്ട് പൂട്ടും. കഴിഞ്ഞു. അല്ലെ നടുവിന് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടോ? അതെ, പക്ഷേ എന്നാലും ഞാനൊരു പഞ്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി ഞാൻ ഒന്ന് പിടിക്കട്ടെ. കേറ്റി കളിച്ചോ. സണ്ണി, ആരാ ബാഗ് കത്തിച്ച സണ്ണി? അതെ, ബാഗ് കത്തിച്ചത് ആരാധല്ലേ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശ്രീദേവിയെ പൂട്ടിയിടണം. 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 ജാഥ വിളിക്കാനേ, ഇത് സിനിമ ലൂസിഫർ അല്ല, ഇത് മൊബൈൽ ചിത്രത്താഴാണ്. കണ്ടിന്യൂ. ശ്രീദേവിയെ പൂട്ടിയിടണം. ശ്രീദേവിയെ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവില്ലേ? എന്തൊക്കെയാ സണ്ണി ഇവിടെ നടക്കുന്നത്? അതെ, എനിക്കതിനു മുമ്പ് ഈ നാഗവല്ലിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. സണ്ണി, എനിക്കറിയാം നാഗവല്ലിയെ കുറിച്ച്. നാഗവല്ലിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ട്, നാഗവല്ലിക്ക് ഒരു പവർ ബാങ്ക് ഉണ്ട്, നാഗവല്ലിക്ക് ഒരു ചാർജർ ഉണ്ട്, നാഗവല്ലിക്ക് സെൽഫി സ്റ്റിക്ക് ഉണ്ട്. എല്ലാം ഞാൻ കണ്ടതാ. നാഗവല്ലിക്ക് എല്ലാം ഉണ്ട് സണ്ണി. വാ, ഞാൻ കാണിച്ചു തരാം. വാ, തെക്കിനിലേക്ക് വാ.
കാണിച്ചു തരാം. വാ. അല്ല. സണ്ണി വാ, സണ്ണി വാ. കണ്ടില്ലേ അവിടെ ചാട്ടവും കുണുക്കവും കണ്ടില്ലേ നീ? നകുല, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്. മാടമ്പള്ളിയിലെ മനോരോഗി നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ശ്രീദേവി അല്ല, പിന്നെ നിന്റെ ഭാര്യ ഗംഗയാണ്. സണ്ണി നീ എന്തായി പറയുന്നേ? എന്റെ ഗംഗ അങ്ങനെ ചെയ്യില്ല. എന്റെ ഗംഗ അല്ല. എന്റെ ഗംഗ അങ്ങനെ പറ്റില്ല. എന്റെ ഗംഗ അല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഗംഗ അങ്ങനെ ആവില്ല സണ്ണി. 17 കണ്ടസ്റ്റൻസ്, 70ഓളം ക്യാമറകൾ, 100 ദിവസം ഒരു ഹൗസിനകത്ത്. അവിടെ വളരെ റിസ്ക് ഏറിയ ടാസ്കുകൾ. പലരെയും പുറത്താക്കേണ്ടി വരും. ചില നിലപാടുകൾ ശരിയായിരിക്കും, ചില നിലപാടുകൾ തെറ്റായിരിക്കും. രാവിലെ സമയം 10 മണി. അതെ, 10 മണിക്കുള്ള ഗുളിക കഴിക്കാനുണ്ട്. പോയി കഴിക്കടാ. തലയ്ക്ക് ഭ്രാന്താണെങ്കിൽ ബാക്കിയുള്ളവരുടെ കിടന്ന് പുഴുക്കുക. എങ്ങനെ കഴിക്കും? ഗുളിക മൊത്തം എന്റെ ബാഗിലല്ലേ, അത് കത്തിപ്പോയില്ലേ? ഓ അയ്യോ സോറി. നകുല, മൊത്തത്തിൽ എന്റെ റിലേ പോയി. ടെലിവിഷൻ, സിനിമ, അഭിനയം, ഡയറക്ഷൻ മൊത്തം പോയി. അപ്പൊ ഇത് എടാ ഇത് നല്ല കേൾക്കുന്നുണ്ടായിരുന്നു. നിർത്തുക, നിങ്ങളെ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് നിർത്തുക. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇല്ല സണ്ണി തീർച്ചയായും അത് ശരിയാകും. തന്നെ ഇനി ചികിത്സിക്കണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആരെ? ബ്രഹ്മദത്തമ്മ. അമ്മയോ? എന്താ എന്റെ പേര്? ബ്രഹ്മദത്തൻ. ബ്രഹ്മദത്തൻ. ആ അനർത്ഥങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതെ. ആരാ തെക്കിന് തുറന്നത്? ഞാൻ പറഞ്ഞില്ലേ തെക്കിന് തുറക്കാൻ പാടില്ല എന്ന്. എവിടെയോ കണ്ടതുപോലെ. ഷിബു ലബാൻ അല്ല, അവരെ ഇമാതിരി വേഷം കെട്ടെടുക്കൂ. അല്ലാതെ ഞാൻ എവിടെയോ. ഞാന് റിസർച്ചിന്റെ ഭാഗമായിട്ട് തിരുമേനിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങ് അമരവളയിൽ. സണ്ണിക്കുട്ട വേദനിക്കുന്നു. ക്ഷമിക്ക തിരുമേനി, എനിക്ക് ദേഹം നൊന്താ കണ്ണു കാണില്ല. ആളെ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഫേസ്ബുക്കിലെ 10 ഫേക്ക് ഐഡി ഇവന്റെയാ. 2 വേറെ ഉണ്ട്. അച്ചു മീനു മിന്നൂസ്. വാട്സപ്പിൽ പ്രബന്ധങ്ങൾ രചിക്കുന്നവനവൻ. ധ്യാനകേന്ദ്രം പകൽക്കാന്തരം ഇവന്റെ മെയിൻ ഏരിയ. അതെ തിരുമേനി, ഒരു ഗ്രൂപ്പിന്റെ പേര് പറയാൻ വിട്ടു. ഏതാ? കുളിര്. കുളിരിന്റെ ആളാരാ? അഡ്മിനാണോ? അതെ. എന്നാ മനസ്സിലായോ? അല്ല, മനസ്സിലായില്ല. 12 മണിയാകുമ്പോ ഒരു ശബ്ദശകലം വിടും. ഹായ് ഫ്രണ്ട്സ്, ഒന്നുമില്ലേ പുതിയത്? അയ്യോ, ഒന്ന് നിർത്ത്. ഒന്നെങ്കിൽ ഈ ചികിത്സയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്നെ ആരും ഗ്രൂപ്പിൽ എവിടെയും ആഡ് ചെയ്യുക. ചികിത്സയ്ക്ക് സമയം പോയി. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കസാര എടുത്ത് പുറത്തെടുക്ക. അതിനാ പിന്നെ വീട്ടിൽ കേട്ട കൊള്ളത്തില്ല. അതെ തിരുമേനി, അപ്പോ നമുക്ക് അതുപോലെ ചെയ്യുക. നകുല, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നിന്റെ ഭാര്യ റീൽസ് ചെയ്യാൻ പോകും. അപ്പോൾ നീ പറയണം റീൽസ് ചെയ്യണ്ട എന്ന്. ഞാൻ എങ്ങനെ സണ്ണി അവിടെ മൂത്ത് നോക്കി പറയാ? മുഖത്ത് നോക്കി പറയാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ചെയ്യണ്ട എന്ന് പറയണം. എന്നോട് പറ്റും തോന്നുന്നില്ല സണ്ണി. നിന്നെ കൊണ്ട് പറ്റും സണ്ണി. എന്റെ ഗംഗയുടെ മുഖം കാണും, എനിക്കതൊക്കെ മറക്കും സണ്ണി. പിന്നെ നീ അവളെ ഏതെങ്കിലും ഭ്രാന്താശീലത്തിൽ കൊണ്ടാക്കും. സണ്ണി ഞാൻ എന്താ ചെയ്യണ്ട പറ. നീ ഇന്ന് റീൽസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോ കാണാം അവളുടെ വിശ്വരൂപം. അതെ. ഗംഗ ഇപ്പൊ എവിടെ പോണു? റീൽസ് ചെയ്യാൻ പോകുന്നു നകുലേട്ടാ. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഇപ്പൊ ഞാൻ പോയാല്? എന്താ പെട്ടെന്നൊരു മനമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ ഇന്ന് റീൽസ് ചെയ്യാൻ പോകുന്നു. ഗംഗ ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. അതെന്താ ഞാൻ പോയാല്? അതെന്താ ഞാൻ പോയാല്? പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഇന്നെ ഞാൻ കൊന്ന് ഇന്ന് ഞാൻ ഈ മൊബൈലിൽ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഷെയർ ചെയ്ത് ഞാൻ വൈറലാവേ.
പേടിച്ചു പോയല്ലോടി. നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്റെ ഗംഗ ഇപ്പൊ എന്താ പറഞ്ഞേ? അല്ല, പ- ഇപ്പൊ എന്താ പറഞ്ഞേ? ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പൊന്നു ചക്കര മുട്ടല്ലേ. ഗംഗ ഒന്നും പറഞ്ഞില്ല. കണ്ടില്ലേ നാഗവല്ലിയുടെ വിശുരവും പുറത്തു വന്നത്? ഇവരുള്ളപ്പോ എന്നെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ പറയ്. അല്ല 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 ഞാൻ ഉണ്ട്. പൂജയ്ക്ക് പുള്ളി വേണം. ആ, എന്നാ പിന്നെ ഒന്നൂടെ. അപ്പോൾ തിരുവേരി പൂജ തുടങ്ങുകയാണല്ലേ? പൂജ ചെയ്യാം. അപ്പോൾ തിരുവേരി പൂജ ചെയ്യുമ്പോൾ ഞാൻ ഒരു മൊബൈൽ ഇവിടെ വെച്ചിട്ട് അതിലൊരു പാട്ടിടും. ഈ പാട്ട് കേട്ട് ഗംഗ നാഗവല്ലിയായിട്ട് ഡാൻസ് ചെയ്ത് റീൽസ് ചെയ്യാൻ വരും. അപ്പോൾ ആ സമയം തിരുമേനി എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂജ ചെയ്ത് ഒഴിപ്പിക്കാം. ആ, ഐഡിയ കൊള്ളാം. പക്ഷെ കൂടെ ഡാൻസ് ചെയ്യേണ്ട അവൻ ഇവിടെ ഇല്ല. രാമനാഥൻ വീട്ടിന്റെ വാടക തരാത്തോണ്ട് ഇറക്കി വിട്ടു ഞാൻ അവനെ. ഇനി ആരായിട്ട് ഡാൻസ് ചെയ്യും? രാമനാഥന്റെ കാര്യമൊക്കെ നകുലൻ ഉണ്ടാക്കിക്കോളും. എന്നാ പിന്നെ പൂജ ഉണ്ടാക്കുക. ആ, എന്നാ പിന്നെ ഉണ്ടാക്കാൻ അങ്ങോട്ട് ശരി. അവിടെ ചെയ്യാ. ഏ തിലകന്റെ വിരൽ എന്റെ കയ്യിലായിപ്പോയി. നിങ്ങളുടെ കൈ എന്റെ തോളും. എന്നാ ഇങ്ങോട്ട് എടുക്കുക. എന്നാ തിലകന്റെ വിരൽ എന്നാ വാ. വരിക. കൊടുക്കണ്ട പൊക്കളയാ. ഓം ശ്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര നരദനി രൂപ ഛട ഛട പ്രജട പ്രജട. പൂജ ആരംഭിച്ചു. ഇനി പാട്ടിടുക. കളത്തിലോട്ട് ഇരിക്കുക. ഇരിക്കില്ല, ഇരിക്കില്ല. നാഗവല്ലി ഇരിക്കാൻ. എന്ത് വേണം? എനിക്കോ? എനിക്ക് 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 മൊബൈൽ വേണം. പേര് തരാം. പേര് തന്നാ ഒഴിഞ്ഞു പോകോ? ഒഴിച്ച് പോവില്ല, ഞാൻ പോവില്ല. പിടിക്കേ. എതുക്ക് എതുക്ക്? ഇത് പിടിക്കേ. ആയിക്കുന്നോ മൊബൈൽ? എന്റെ സെൽഫി സ്റ്റിക്ക്, കാർന്നോടെ സെൽഫി സ്റ്റിക്ക്. ഹാടക്കണ് വെട്ടിയിട്ട ബാധത്തുണ്ട് പോലെ. പിടിച്ചെണീപ്പിക്ക. ഗംഗേ, എടീക്ക്, എഴുതേക്ക്. അയ്യോ, എനിക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. എനിക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. നകുലേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? നിനക്കല്ല, എനിക്കാ പറ്റി. നിന്നോടെ കൊണ്ടുവന്നത് തന്നെ വലിയ ഇതായി പോയി. സണ്ണി, എനിക്ക് എന്താ പറ്റിയ സണ്ണി? നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. നകുല, ദാ ഓജസ്സും തേജസ്സും ഉള്ള നിന്റെ പഴയ ഗംഗ ഇതാ പിടിച്ചോടാ. അയ്യോടാ. അയ്യോ, അപ്പൊ നിങ്ങളെല്ലാം അങ്ങ് സെറ്റായി, കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായി. സിനിമ തുടങ്ങിയപ്പോ എന്റെ മോളെ പിടിച്ച് പൂട്ടിയിട്ടതിനകത്ത് ഇപ്പൊ അതിനകത്ത് കാണാനില്ല. ആ, കാണാനില്ല, കാണാനില്ലേ? കാണാനില്ല. കാണാനില്ലേ? ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി. قومي 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 رقصي وريهم جمالك يا الله انت يا بنية قوم قومي 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 رقصي وريهم جمالك يا الله. അയ്യോ, റീൽസ് ഭ്രാന്തായോ? അപ്പൊ ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലേ? തൽക്കാലം ഈ മൊബൈൽ ചിത്രത്താഴില് ഒരു ക്ലൈമാക്സ് ഇല്ല. ഒരു വരവ് കൂടി വരേണ്ടി വരും. ഒരു പൂജയും